ഹായ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറത്തെ കുറിച്ചാണ്. അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷനിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറാണ്. അപ്പോൾ ഈ തിയറത്തിലൂടെ നമുക്ക് പല പ്രോബ്ലംസും ചെയ്യാൻ പറ്റും. അപ്പം ഈ തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് നമുക്കിപ്പം ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഒരു എഫ് ഓഫ് ടി ഈക്വൽ ടു ഒരു എഫ് ഓഫ് എസ് എന്ന ഒരു ഫംഗ്ഷൻ ആയിരിക്കും. അതായത് ടിന്റെ ടേമിലുള്ള ഒരു ഫംഗ്ഷനെ എസിന്റെ ടേമിലുള്ള ഒരു ഫംഗ്ഷൻ ആക്കി മാറ്റാണ് ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്നത്. അപ്പം എൽ ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ദെൻ എൽ ഓഫ് ഈ എഫ് ഓഫ് ടിന്റെ ഒപ്പം ഒരു ഇ റൈസ് ടു എ ടി വന്ന് ഇ റൈസ് ടു എ ടി ഇൻറ്റു എഫ് ഓഫ് ടി ഈക്വൽ ടു എഫ് ഓഫ് എസിന് പകരം എസ് മൈനസ് എ ആയിരിക്കും. ഇന്റെ പവറിൽ ടിന്റെ ഒപ്പമുള്ള എ എഫ് ഓഫ് എസ് മൈനസ് എ ആയിരിക്കും. ഇതാണ് സ്റ്റേറ്റ്മെന്റ്. അതായത് എൽ ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു എഫ് ഓഫ് എസ് ആണെങ്കിൽ എൽ ഓഫ് ഇ റൈസ് ടു എ ടി ഇൻറ്റു എഫ് ഓഫ് ടി ഈക്വൽ ടു എഫ് ഓഫ് എസ് മൈനസ് എ ആയിരിക്കും. അപ്പൊ ഇതിന്റെ പ്രൂഫാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ലെറ്റ് എൽ ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു എഫ് ഓഫ് എസ് ആണെന്ന് നമുക്കറിയാം. നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷന്റെ ഡെഫിനിഷൻ പ്രകാരം എൽ ഓഫ് എഫ് ഓഫ് ടിനെ ഇന്റഗ്രൽ 0 to infinity e raised to minus st into f of t dt എന്ന് എഴുതാൻ പറ്റും. ഇതാണ് നമ്മളെ എഫ് ഓഫ് എസ്. ഇതാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇനി നമുക്ക് ഈ ഒരു സംഭവമാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് എൽ ഓഫ് ഇ റൈസ് ടു എ ടി ഇൻറ്റു എഫ് ഓഫ് ടി ഈക്വൽ ടു ഇത് നമ്മളെ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷന്റെ ഡെഫിനിഷൻ പ്രകാരം മാറ്റിയതാ. അതായത് എൽ ഓഫ് ഏതോ ഒരു ഫംഗ്ഷൻ, ഇത് കംപ്ലീറ്റ് ആയിരിക്കും ഫംഗ്ഷൻ, ഈ എഫ് ഓഫ് ടി മാത്രമായിരിക്കില്ല, ഈ കംപ്ലീറ്റ് ബ്രാക്കറ്റിലുള്ള കംപ്ലീറ്റ് സാധനം ആയിരിക്കും നമ്മുടെ ഫംഗ്ഷൻ. അപ്പം ഇന്റഗ്രൽ 0 to infinity e raised to minus st into എഫ് ഓഫ് ടി ഈ കേസിൽ കംപ്ലീറ്റ് ആൾക്കാരായിരിക്കും. എല്ലിൻ്റെ ഉള്ളിൽ എന്താണോ അതായിരിക്കും എഫ് ഓഫ് ടി. അപ്പം ഇ റൈസ് ടു എ ടി ഇൻറ്റു എഫ് ഓഫ് ടി ഡി ടി ദാറ്റ്സ് ഈക്വൽ ടു integral 0 to infinity e raised to minus st into e raised to 18 നെ e raised to minus st plus 18 എഴുതാൻ പറ്റും into f of t dt that's equal to integral 0 to infinity. ഇത് ഞാൻ t നെ ഔട്ട്സൈഡ് എടുക്കാൻ പോവാണ്. t നെ ഔട്ട്സൈഡ് എടുക്കുകയാണ്. അപ്പം e raised to minus s plus a of t into f of t dt. Okay, that's equal to integral 0 to infinity. ഇവിടുന്ന് ഒരു സ്റ്റെപ്പും പാടെ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസറിലേക്ക് എത്താൻ പറ്റും. കാരണം നമുക്ക് ഇവിടെ ഇ റൈസ് ടു ഒരു മൈനസ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു ടി ഉണ്ട്. ആ രീതിയിൽ ഇതിനെ മാറ്റണം. അപ്പോൾ ഈ ബ്രാക്കറ്റിൽ നിന്ന് മൈനസിനെ ഔട്ട്സൈഡ് എടുക്കാം. അപ്പൊ നമുക്ക് ഇ റൈസ് ടു മൈനസിനെ പുറത്തെടുത്താൽ ബ്രാക്കറ്റിൽ എസ് മൈനസ് എ ടി ഇൻറ്റു എഫ് ഓഫ് ടി ഡി ടി ഉണ്ടാവും. ദാറ്റ്സ് ഈക്വൽ ടു, ഇനി നമുക്ക് ഈ റിസൾട്ടുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഈ റിസൾട്ടുമായിട്ട് അതായത് ഇന്റെ പവറിൽ മൈനസ് കഴിഞ്ഞിട്ട് വരുന്ന എസ് ആണ് ഈ എഫിന്റെ ഉള്ളിൽ വരുന്നത്. ടീന്റെ ഒപ്പരമുള്ള മൈനസിന്റെ ഒപ്പരമുള്ള ആ ഒരു എസ് ആണ് ഇവിടെ വരുന്നത് എഫിന്റെ ഉള്ളിൽ. അപ്പൊ ഈ കേസിൽ അതേപോലുള്ള ഒരു ഇന്റഗ്രൽ ആണ് ഇതും. പക്ഷെ ഈ കേസിൽ നമ്മളെ എസിന്റെ സ്ഥാനത്ത് ആരാണ് നോക്കുക, മൈനസ് ഇവിടെ ടി, അപ്പൊ ഇതിന്റെ ഉള്ളിൽ എസ് മൈനസ് എ, അപ്പൊ ഇവിടെ എസ് മൈനസ് എ ആയിരിക്കും വരും. അതായത് ഇവിടെ എസ് ആവുമ്പം എഫിന്റെ ഉള്ളിൽ എസ്, അപ്പൊ ഈ കേസിൽ ഇവിടെ എസ് മൈനസ് എ ആവുമ്പോൾ എഫിന്റെ ഉള്ളിൽ എസ് മൈനസ് എ. ഇങ്ങനെയാണ് നമ്മളെ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം പ്രൂവ് ചെയ്യുന്നത്. ഈ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം ഉപയോഗിച്ചുള്ള ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അത് അടുത്ത ക്ലാസ് ചെയ്യാം. താങ്ക് യു.